ഗൈസ്, എന്തുട്ടാണ് ഹാല്? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തിരിക്കാണ്? സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നുമില്ല. നമുക്ക് നമ്മളുടെ ഏതൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. കുറച്ച് മുന്നേ ചെയ്തതാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ആ വീഡിയോ. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ടൈം കിട്ടിയത്. ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന വേറെ ഒന്നല്ല, എൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയാൻ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഫ്ലോപ്പായി പോയിട്ടുള്ളതും ഇതിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്നെ പോലത്തെ സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ട എന്നുള്ളത് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള, ഒരു ഡാർക്ക് ഡസ്കി സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള, മീഡിയം സ്കിൻ ടോണിന് യൂസ് ചെയ്യാം കേട്ടോ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. 2-3 ലിപ്സ്റ്റിക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റെ ലിപ്പിൽ ഇട്ടിട്ടുള്ളത് ഒന്ന് റിമൂവ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റിമൂവ് ആക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്തടുത്തായിട്ട് ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആവും. മറ്റേ ലിപ് ബാം അപ്ലൈ ചെയ്യാതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിമൂവ് ആവില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലിപ്പിനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാനിത് ആദ്യം മുതലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, ഇതൊക്കെ പോയിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. വൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊക്കെ കഴിഞ്ഞിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? ഞാൻ നമ്മുടെ വിൻഡോയുടെ അടുത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് കാരണം തന്നെ സൺലൈറ്റ് അടിക്കണ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഓക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഷെയ്ഡ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാവേ, എനിക്കിങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള, ഞാനൊരു 2-3 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് കൈമൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ കണ്ടോ, ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ലാക്മേയുടെ വൈൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്, ഒന്നും പറയില്ല, അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ലേ, കുറച്ച് ലേറ്റ് കൂടിപ്പോയി അല്ലേ. എന്താ പറയുക, നമ്മളുടെ ഒരു മീഡിയം സ്കിൻ ടോണിനും ഡസ്കി സ്കിൻ ടോണിനും ഒക്കെ നല്ല രീതിക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിത് ഈ ഷെയ്ഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, കാരണം ഞാൻ അത്രയും യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലാക്മേയുടെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ കൂടിയും എന്താ പറയുക, അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ റിമൂവ് ആക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഏതാ ഷെയ്ഡെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ആദ്യം കൈമൊന്ന് അപ്ലൈ ചെയ്യാം. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, 2 തരം കളറാണ് കേട്ടോ. മറ്റേതൊരു വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളുടെ സ്കിൻ ടോണിനേക്കാളും ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണത് എനിക്ക് വലിയ താല്പര്യമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ചോന്ന് കെടുക്കാന്നൊക്കെ പറയില്ലേ, എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ നിൽക്കണത് ഇഷ്ടമില്ല കേട്ടോ. നമ്മളുടെ സ്കിൻ ടോണിനായിട്ട് ഒന്നും മാച്ച് ചെയ്ത് പോണ തരത്തിലുള്ള ഷെയ്ഡുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. കണ്ടോ, ഇത് നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അധികം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട് തന്നെ തോന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് നമുക്കിതിൻ്റെ ആ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വന്നിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ യൂസ് ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ ലാക്മേയുടെ വൈൻ ടച്ചും അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് 40 റിച്ച് മഹോഗണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ലാക്മേയുടെ എന്താ പറയുക, ഈ ഒരു 2 ഷെയ്ഡാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കണേ കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ആക്കിയിട്ട് വരാം. നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. കണ്ടോ, ഇത് റെഡ്. ഞാൻ ആ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വീഡിയോയിൽ ആൾ ഇട്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്. ഈ ഒരു ഐറ്റം ഹൈപ്പർ സ്റ്റേ ലിക്വിഡ് മാറ്റ് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്നും അങ്ങനത്തെ ഞാൻ ഇപ്പോൾ നേരത്തെ ഇട്ട പോലത്തെ ഷെയ്ഡ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നും അങ്ങനത്തെ ഇടണ്ടല്ലോ, ഒന്ന് വെറൈറ്റി ആക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതിങ്ങനെയല്ല, നമുക്കിതൊന്ന് ഡ്രൈ ആയാലാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ, നല്ലൊരു ഷെയ്ഡ് ആയിട്ടുണ്ടല്ലേ നമ്മളിതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് വന്നിട്ട് നമ്മളുടെ റെഡ് ഒരു കളർ, നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു റെഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ ഉണ്ടല്ലേ. എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ഷെയ്ഡ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഷെയ്ഡ് ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ആ ഒരു സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരെണ്ണം തന്നെയാണ്. ഇതിന് റേറ്റും കുറവാണ് കേട്ടോ. ഇത് വന്നിട്ട് അറൗണ്ട് 200 ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നു ഇത് വരുന്നത്. എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഇത് നമ്മുടെ ലിപ്പ് ഒരു ഡ്രൈ ആക്കണ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇത് മാത്രം ഇട്ടിട്ട് പോകാറില്ല കേട്ടോ. കാരണം എൻ്റെ ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നമുക്ക് ലിപ്പിൽ എന്തോ ഇരിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ഇടുന്ന സമയത്ത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ ലാക്മേയുടെ ഷെയ്ഡ് ഇടും. അല്ലെങ്കിൽ ലാക്മേയുടെ ഷെയ്ഡിൻ്റെ മുകളിലായിരിക്കും ഈ ഒരു ഷെയ്ഡ് ഇടുന്നുണ്ടാവുക. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നമ്മളുടെ ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് ഇത്. ഡസ്കി സ്കിൻ ടോണിന് മാത്രമല്ല, ഒന്നും കൂടിയും ഫെയർ സ്കിൻ ടോണിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത്. എന്താ പറയുക, എനിക്ക് ലിപ്പ് കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയാണ് അപ്ലൈ ചെയ്ത് പോവാറ്. എനിക്ക് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയ്ക്ക് അങ്ങനെ എടുത്ത് നിൽക്കുന്നത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തിൻ്റെയെങ്കിലും ലിപ്സ്റ്റിക്കിന് എൻ്റെ ലാക്മേയുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാവും ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തായാലും നല്ല നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാവേ. ഞാനിത് ആദ്യം റിമൂവ് ചെയ്യട്ടെ കേട്ടോ.
അപ്പോൾ ഇതാണ് എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മളുടെ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എന്താ പറയുക, രസം ഉണ്ടാവും. ഞാനും ഇതേ ഒരു വീഡിയോ കണ്ടിട്ട്, ഇൻസ്റ്റയിലത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. രസം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ. ഓക്കെ, കണ്ടോ, ഒരു ബ്രൗൺ. എനിക്കിങ്ങനെ നമ്മളുടെ ഡസ്കി സ്കിൻ ടോണിനൊക്കെ ബ്രൗൺ ഷെയ്ഡ് സ്യൂട്ട് ആവാറുണ്ട്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം ആദ്യം. ഓക്കെ, ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഇങ്ങനെയാട്ടോ വരുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല, ലിപ്പ് തന്നെ കാണാനില്ല, അങ്ങനത്തെ രീതിയിലുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒട്ടും തന്നെ സ്യൂട്ടാവുന്നില്ല കേട്ടോ. ഒട്ടും തന്നെ സ്യൂട്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു കളർ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഡസ്കി സ്കിൻ ടോണിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിക്കാതിരിക്കുക. കാരണം ഒട്ടും രസമില്ല. ഞാനിത് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു റെഡ് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡ് ലിപ് ലൈനർ ഒന്നും അതിന് ഏൽക്കുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നോക്കി നോക്കാം നമുക്ക്. ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് കേട്ടോ. കാരണം ഇത് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഇടാറുണ്ടായിരുന്നില്ല. കൊള്ളാട്ടോ. ഓക്കെ, ഈ രസമുണ്ടല്ലേ ഇത്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇത് കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇവിടെ റെഡിൻ്റെ കൂടെ അപ്ലൈ ചെയ്തപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കിട്ടിയത്. കണ്ടോ, നല്ല രസമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നാണ് ഞാൻ ആലോചിക്കണേ. അതെനിക്ക് ഇഷ്ടമായില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് എന്താ പറയുക, ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധി തോന്നിയില്ല ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വേസ്റ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇഷ്ടമില്ലാത്ത ഷെയ്ഡും അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ട് ആവാത്ത ഷെയ്ഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ലിപ് ലൈനർ വെച്ചിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതും അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡൊക്കെ നമ്മുടെ മീഡിയം സ്കിൻ ടോണും ഡസ്കി സ്കിൻ ടോണിനൊക്കെ നല്ല രീതിക്ക് സ്യൂട്ടാവുന്ന ഷെയ്ഡ്സോളാണ് കേട്ടോ. അപ്പോൾ ഇത് രസമുണ്ടല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ അധികം എടുത്ത് നിൽക്കാത്ത ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഷെയ്ഡില്ല, ഇനി നമുക്ക് ലിപ് ലൈനർ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിതൊന്ന് റിമൂവ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസസ് കാനഡയുടെ ലിപ് ലൈനർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ള ഒരു ലിപ് ലൈനർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് പ്ലം 15 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണേ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ലിപ് ലൈനർ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പ്ലമ്മിൻ്റെ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, പ്ലമ്മിൻ്റെ അല്ല, നമ്മുടെ ഫേസസ് കാനഡയുടെ ഷെയ്ഡാണ് കേട്ടോ. 15 പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇനി പുറത്ത് പോകുമ്പോൾ അധികം ലിപ്സ്റ്റിക് ഒന്നും ഇടുന്ന ഇഷ്ടമില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിപ് ലൈനർ മാത്രം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ലിപ് ലൈനർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ.
ഇനി പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല, അങ്ങനെ പറയുന്ന തരത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രസമായിട്ട് കിടക്കൂട്ടാ. അപ്പോൾ ഞാൻ ലിപ് ലൈനർ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മുകളിൽ നമ്മളുടെ ലാക്മേയുടെ ഈ ഒരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, കണ്ടോ, ഒരുപാടൊന്നും അപ്ലൈ ചെയ്യാതെ നൈസായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ പറയുക, നല്ല ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള പോലെ അല്ലെങ്കിൽ ഓവറായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. അയ്യോ കൈ നിറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഇത് വന്നിട്ടൊരു ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇത് വന്നിട്ട് നമ്മളുടെ മെറൂൺ, ലൈറ്റ് മെറൂൺ ഷെയ്ഡാണേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ടൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് ഈ ലിപ് ലൈനറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ആകെ ബഹളമായിട്ട് ഞാൻ എന്താ പറയുക ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അത് കാരണം കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മളുടെ ആ ഒരു ലിപ് ലൈനർ ഞാൻ ഫുള്ളായിട്ട് ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇനി ഞാൻ നമ്മളുടെ ആ ഒരു ലാക്മേയുടെ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ വീഡിയോ കുറച്ച് സീരിയസ് ആയി പോകുന്നുണ്ടല്ലേ, സാരല്ലേ, കുറച്ച് ടൈം ഇല്ലാത്ത കാരണം, കുറച്ചധികം ബിസി ആയ കാരണം ഞാൻ വേഗം സ്പീഡിലെടുത്ത് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലിപ് ലൈനർ ഞാൻ അപ്ലൈ ചെയ്തിട്ട്, ആ ലിപ് ലൈനർ മാത്രമായിട്ട് ലിപ്സ്റ്റിക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് തന്നെ കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ ലിപ് ലൈനർ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു ലാക്മേയുടെ ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഷെയ്ഡുകൾ. എന്നുവെച്ചാൽ എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ട്, എന്നുവെച്ചാൽ ചിലപ്പോൾ റെഡ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ കളർ ലിപ്സ്റ്റിക്കോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഓവറായിട്ടുള്ള ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുക ഇതേപോലെ ആ റെഡ് ഒരു മെറൂൺ കൈൻഡ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തന്നെയായിരുന്നല്ലോ, അത് നമ്മളുടെ ഈ ഒരു ലാക്മേയുടെ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്യും. അപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. ലിപ്സ്റ്റിക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ലുക്ക് കിട്ടും നമുക്ക്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അടിപൊളിയാവും ഇങ്ങനത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാടൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ യൂസ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് എല്ലാതും അങ്ങോട്ട് നമ്മളുടെ സ്കിൻ ടോണിന് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കിഷ്ടമായ കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ, കുറച്ചല്ല, ഒരു 2-3 ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുമായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണുള്ളൂ. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനാബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.